നമസ്കാരം, ഞാൻ ശില്പ ഗോവർദ്ധൻ. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ കുനിഞ്ഞിരുന്ന് ബുക്ക് വായിക്കുകയോ അല്ലെങ്കിൽ ഫോൺ നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും ഒരേപോലെയുള്ള നിർദ്ദേശമല്ല ബ്രെയിനിന് കൊടുക്കുന്നതെങ്കിൽ ബ്രെയിൻ പെട്ടെന്ന് കൺഫ്യൂഷൻ വരും. ഇപ്പോൾ ചെവി ഇത് കൊടുക്കുന്നത് ഓക്കെ, കാറ്റടിക്കുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുകയാണ്, അതേസമയം നമ്മളിങ്ങനെ അനങ്ങാതിരുന്ന് നോക്കുമ്പോൾ കണ്ണ് കൊടുക്കുന്ന നിർദ്ദേശം ചിലപ്പോൾ നമ്മൾ അനങ്ങാതിരിക്കുന്നു, യാത്ര ചെയ്യുന്നു എന്നല്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒരു വിഷാംശം കടക്കുമ്പോഴാണ് പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് വിഭിന്നമായ മെസ്സേജ് ബ്രെയിനിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനെ പുറത്ത് കളയണം എന്ന വിചാരത്തിലാണ് ബ്രെയിൻ പെട്ടെന്ന് വോമിറ്റിംഗ് ടെൻഡൻസി നമുക്ക് തരുന്നത്. ഇത് എന്തിനാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ, നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ആ യാത്ര സുഖകരമാക്കണമെങ്കിൽ നമ്മളുടെ ശരീരവും മനസ്സും ചിന്തകളും ഇതിനെല്ലാം കൊടുക്കുന്ന നിർദ്ദേശം ഒന്ന് തന്നെ ആയിരിക്കണം. നമുക്കിപ്പോൾ ഒരു എക്സാം എഴുതാനുണ്ട്, പക്ഷേ നമ്മളുടെ ചിന്തയിൽ ഭയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്കത് പറ്റുന്നില്ല, കഴിയുന്നില്ല എന്ന നെഗറ്റീവ് ചിന്ത വരുമ്പോൾ എപ്പോഴും നമ്മളുടെ ആ കാറിൽ പോകുന്ന യാത്ര എത്രത്തോളം ഒരു ബോറിംഗ് ആയി പോവും, അതുപോലെ ആയി പോകും നമ്മളുടെ ജീവിതയാത്രയും. അപ്പോൾ എപ്പോഴും ഒരേ നിർദ്ദേശങ്ങൾ നമ്മളുടെ ശരീരത്തിനും മനസ്സിനും ചിന്തകൾക്കും കൊടുക്കൂ, നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ആ യാത്ര സുഖകരമാവും. അല്ലാതെയുള്ള നെഗറ്റീവ് ചിന്തകളിൽ പെട്ട് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ എപ്പോഴും ഒരു താമസം നേരിടുന്ന പോലത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കരുത് കേട്ടോ. ആ ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ.